ഗിന്നസ് നൃത്തത്തിന് വേണ്ടി കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിന് പിന്നിൽ GCDA ചെയർമാന്റെ ഇടപെടൽ. ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളതിനാൽ സ്റ്റേഡിയം വിട്ടു നൽകരുതെന്നും സ്റ്റേഡിയത്തിലെ ടർഫിനെ നൃത്തപരിപാടി ബാധിക്കുമെന്നും GCDA എസ്റ്റേറ്റ് വിഭാഗം അറിയിച്ചിരുന്നു. ഇത് തള്ളിയാണ് ചെയർമാന്റെ ഇടപെടൽ. സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ അഴിമതി ആരോപിച്ച് വിജിലൻസിന് കൊച്ചി സ്വദേശി പരാതി നൽകി. പരാതി വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നും ഞങ്ങൾ പ്രതിഷേധിക്കുക. യൂത്ത് കോൺഗ്രസ് യുവജന സംഘം പ്രതിഷേധിക്കുക. അത് ഞങ്ങൾ ചെയ്യും. GCDA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിലെ പ്രതിഷേധമാണ് ഇപ്പോൾ ഇയാളുടെ കൂട്ടുള്ളൊരു സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സിജോ വി ജോൺ വിവരവുമായി ചേരുന്നു. സിജോ, എന്താണ് നടക്കുന്നത്? GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഖരാവോ ചെയ്യുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ വിവരങ്ങളൊക്കെ ചെയർമാൻ പറഞ്ഞല്ലോ. ആവശ്യമായ നടപടി ഞങ്ങളുടെ MLA അവിടെ ഹോസ്പിറ്റലിൽ കിടക്കണം. തനത്താൻ ഏറ്റെടുക്കാം. ഞങ്ങൾ യുവജന സംഘടന പ്രതികരിക്കാനാണ്. സൗഹൃദ സഭാഷണമില്ല. ഞങ്ങളെ
സിജോ വി ജോൺ വിവരണമായി ചേരുന്നു. സിജോ, എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം? GCDA ചെയർമാൻ സദനപിള്ളയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം എക്സിക്യൂട്ടീവ് കമ്മിറ്റി 11 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്നതാണ്. യോഗം ആരംഭിക്കാൻ തൊട്ട് മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി ഈ യോഗം നടക്കുന്ന പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ പോലീസ് സുരക്ഷയൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇതിന്റെ GCDAയുടെ അധികാരികളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ വളരെ ഈസിയായി തന്നെ ഈ യോഗം നടക്കുന്ന സ്ഥലത്തിലേക്ക് കയറി വരാൻ സാധിച്ചു. അതിനുശേഷം മുദ്രാവാക്യം വിളിച്ചു ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തി. അതിനുശേഷം മുദ്രാവാക്യം വിളിക്കുന്നതിനിടെ GCDA ചെയർമാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. തനിക്ക് പറയാനുള്ളത് കേൾക്കൂ എന്ന നിലപാടിലേക്ക് അദ്ദേഹം എടുത്തു. ഈ വിഷയം പരിശോധിക്കുകയാണ്, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഉറപ്പ് നൽകി. പക്ഷേ ഈ ഉറപ്പിൽ നിന്നും ഒന്നും പിൻവാങ്ങാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. ഒരു 15ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3 പേരൊഴികെ മുഴുവൻ ആളുകളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് ഈ കൗൺസിൽ നടക്കുന്ന ഈ കമ്മിറ്റി നടക്കുന്ന യോഗത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മുഴുവൻ ആളുകളെ നീക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ GCയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിരുന്ന തെളിവുകൾ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിൽ ഒരു പരാതി എത്തുകയും ചെയ്തിരുന്നത്. അതായത് മാനദണ്ഡ പ്രകാരമല്ല ഇത്തരത്തിലുള്ള അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നതെന്നും ചെയർമാന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ. സ്വാഭാവികമായും വലിയ പോലീസ് കയ്യേറ്റുന്നത് ബലം പ്രയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ GCDA ചെയർമാനെതിരെയും പല പരാതികൾ ഉയർന്നു വരുന്നു. അതായത് അദ്ദേഹം ഇതിൽ വഴിവിട്ട ചില ഇടപെടലുകൾ നടത്തി എന്ന് തന്നെയാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പരാതി വരുമ്പോൾ ഇതിന്റെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഈ ആദ്യം GCDA ഇത് പരിശോധിക്കുന്നു. അതിനുശേഷം ഇതിന്റെ ഇത് അനുമതി നൽകാനാകുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. അതിനുശേഷമാണ് ഈ അനുമതി നൽകുക. പക്ഷേ ഈ പരാതി ഈ അപേക്ഷ എത്തിയിരിക്കുന്നത് GCDA ചെയർമാൻ നേരിട്ടാണ് എത്തിയിരിക്കുന്നത്. GCDA ചെയർമാൻ ഇതിന്റെ എസ്റ്റിമേറ്റ് കമ്മിറ്റിക്ക് കൊടുക്കുന്നു. ഈ കമ്മിറ്റി ാവില്ല എന്ന നിലപാടിലേക്ക് എടുക്കുന്നു. അതിന് കാരണമായി പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരുന്നത് ഇത് അടുത്ത മാർച്ച് വരെ ബ്ലാസ്റ്റേഴ്സിന് വിട്ടു നൽകിയിരിക്കുന്നതാണ് ഈ കലൂർ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൽ യാതൊരു തരത്തിലും മറ്റ് പരിപാടികൾക്ക് കായികേതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകാനാവില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരുന്നത്. മാത്രമല്ല കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഫിഫയുടെ മാനദണ്ഡ പ്രകാരമാണ് ഈ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കായികേതര പരിപാടിയായി 12,000 പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി സ്റ്റേഡിയത്തിൽ നടത്തി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ കമ്മിറ്റി ഈ ഉദ്യോഗസ്ഥ ഇതിൽ നിന്ന് ഒരു നിയോജനക്കുറിപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ചെയർമാൻ സ്വന്തം നിലയിൽ തീരുമാനമെടുത്തുകൊണ്ട് മൃദംഗ വിഷന് ഇതിനുള്ള പരിപാടിക്കുള്ള അനുമതി നൽകിയിരിക്കുന്നതെന്നായിരുന്നു ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരുന്നത്. ഇന്ന് ഈ രാവിലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. കായികേതര ആവശ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് പല തീരുമാനങ്ങളും എടുക്കാം, പക്ഷേ കായികേതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന് വിട്ടു നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് GCDAയുടെ ആളുകളാണ്. അത്തരത്തിൽ തീരുമാനമെടുക്കാം. കായികേതര ആവശ്യങ്ങൾക്ക് വിട്ടു കൊടുക്കാൻ വേണ്ടിയാണ് നിലവിലുള്ള തീരുമാനമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തീരുമാനത്തെ സ്വയം ന്യായീകരിച്ച് GCDA ചെയർമാൻ തന്നെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വന്നിരിക്കുന്നത്. 15ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലേക്ക് കയറുകയും അവിടെ പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നില്ല. ആ സമയം വേഗത്തിൽ തന്നെ പോലീസ് എത്തുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് GCDAക്കെതിരെ ഉയർന്നത്. ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ നേരത്തെ കൊച്ചി കോർപ്പറേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് PPRന് അപേക്ഷ നൽകിയപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് പോയിരുന്നു. പക്ഷേ GCയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നു എന്ന ഒരു കാര്യം പറയുന്നതല്ലാതെ മറ്റ് നടപടികളിലേക്ക് പോയിട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നത്. കോൺഗ്രസും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നടപടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ആദ്യമായാണ് ഒരു പ്രതിപക്ഷ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നതെന്നും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും ഇനി എന്ത് നടപടി GCDA ഭാഗത്തുനിന്ന് എടുക്കും എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് പോലീസ്. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു GCDA ചെയർപേഴ്സൺ ചന്ദ്രൻ പിള്ളയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കടന്നെത്തിയത്. അദ്ദേഹത്തെ മിനിറ്റുകളോളം ഖരാവോ ചെയ്തു. പോലീസ് എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കം ചെയ്യുകയായിരുന്നു. നേരത്തെ കായികേതര ആവശ്യങ്ങൾക്ക് ഈ സ്റ്റേഡിയം
വിനിയോഗിക്കാൻ കഴിയില്ല എന്ന ഒരു ചട്ടം നിലനിൽക്കെ അത് മറികടന്നുകൊണ്ട് GCDA ചെയർപേഴ്സന്റെ ഇടപെടൽ വഴിയാണ് ഈ സ്റ്റേഡിയം ഗിന്നസ് നൃത്ത പരിപാടിക്ക് അനുവദിച്ചത് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ അഴിമതി ആരോപിച്ച് വിജിലൻസിന് കൊച്ചി സ്വദേശി ചെഷയർ ടാർസൺ പരാതി നൽകി. പരാതി വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നും സ്റ്റേഡിയം ഇനിയും കായികേതര ആവശ്യങ്ങൾക്ക് കൊടുക്കുമെന്നും GCA ചെയർമാൻ K. ചന്ദ്രൻപിള്ള നിലപാട് അറിയിക്കുകയും ചെയ്തു. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഈ പരാതിയിൽ എന്താണ് പറയുന്നത്? അതായത് ഈ കലൂർ സ്റ്റേഡിയം അത് ആവശ്യങ്ങൾക്ക് കായികേതര ആവശ്യങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് GCDA ആണ് തീരുമാനമെടുക്കേണ്ടത്. GCDAക്ക് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ ലഭിക്കുന്നു. സ്വാഭാവികമായും ഈ GCDAക്ക് അപേക്ഷ ലഭിക്കുമ്പോൾ ആദ്യമേ നൽകേണ്ടത് GCDA ഓഫീസിൽ നിന്ന് നൽകുക, സെക്രട്ടറി ഇത് പരിശോധിക്കുക, അതിനുശേഷം GCDA ചെയർമാന് കൈമാറുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ മൃദംഗവിഷൻ നൽകിയിരിക്കുന്ന അപേക്ഷ അത് GCDA ചെയർമാന് ആദ്യം എത്തുകയും GCDA ചെയർമാൻ അത് പിന്നീട് സെക്രട്ടറിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതായത് വഴിവിട്ട രീതിയിലാണ് ഇതിൻ്റെ അപേക്ഷകൾ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ചില സാമ്പത്തിക താല്പര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ആദ്യം ഈ എസ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഇതിൻ്റെ അപേക്ഷ വരുന്നു. ഈ എസ്റ്റേറ്റ് കമ്മിറ്റി ഇത് പരിശോധിക്കുന്നു.